ഇപ്പോൾ നമ്മുടെ വരമ്പ് പണിയൊക്കെ കഴിഞ്ഞു. നാളെയോ മറ്റന്നാളോടൊക്കെ കൂടെ നമ്മൾ വിത്ത് വിതയ്ക്കും. ഓൾറെഡി നമ്മൾ വിത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 3 ദിവസം വിത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കണം. അപ്പോഴാണ് ഈ മുള പൊട്ടുക. അപ്പോൾ നാളെയോ മറ്റന്നാളൊക്കെ കൂടെ നമ്മൾ വിതയ്ക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരമ്പ് പണിയൊക്കെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും വരമ്പിൽ കുറച്ച് എന്താ പറയുക സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ, എങ്ങനെയാണെന്നുള്ളത് ലൈവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പുല്ലും മണ്ണൊക്കെ എടുക്കുകയാണ്. കണ്ട ഈ ഭാഗം കുറച്ച് സ്ക്രാച്ചായിട്ട് എടുക്കുകയാണ്, കണ്ടില്ലേ? ആ ഭാഗത്താണ് നമ്മൾ വെക്കേണ്ടത്. ഒരു കയ്യിൽ എൻ്റെ ക്യാമറ ഉള്ള കാരണമാണ് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മൾ ഇങ്ങനെ ഇറങ്ങി, നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ലല്ലോ, ചേറുണ്ടോ? അപ്പോൾ നമ്മൾ ഇവിടെ വെക്കുകയാണ്. ഇവിടെ വെച്ച് ഒരു കൈ കൊണ്ട് എനിക്ക് ആക്ച്വലി പറ്റില്ല. ഒരു കൈ കൊണ്ട് ആക്ച്വലി എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല. എനിവേ നിങ്ങളിന്ന് കണ്ടു നോക്ക്. കണ്ടോ ചേറ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. അപ്പോൾ ഞാനത് ചെയ്യട്ടെ കേട്ടോ, അത് ഫില്ല് ചെയ്യട്ടെ. ഇവിടെയാണ് വേണ്ടത്. ഇവിടെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ വരമ്പ് സ്ക്രാച്ചസൊക്കെ മാറ്റി വൃത്തിയാക്കി ലെവലാക്കി വെച്ചിട്ടുണ്ട്. നാളെയാണ് വിത്ത് വിതയ്ക്കേണ്ടത്. അതിന് മുന്നോടിയായിട്ട് ഓരോ കണ്ടത്തിലും വെള്ളം ലെവലാക്കി കെട്ടി നിർത്തിയിട്ടുണ്ട്. നാളെ വിത്ത് വിതയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഈ കണ്ടങ്ങളിൽ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ നടക്കുന്നത് ഒരു പ്രത്യേക അനുഭൂതി തരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും കൃഷിപ്പണിയിലോട്ട് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കുറേ നേരമായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ക്ഷീണമുണ്ട്. പിന്നെ ഞാൻ വന്നത് ഏർലി മോർണിംഗ് ആണ്. ഒരു 7:30 ആ ടൈമിലാണ് ഞാൻ വന്നത്. അപ്പോൾ കുറച്ചൊരു മഞ്ഞുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 9 മണിയോട് അടുത്തു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക ക്ഷീണമൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാലല്ല, ഇപ്പം തന്നെ വീട്ടിലോട്ട് പോവും. അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് ഞാൻ ബാക്ക് ക്യാമറയിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഈ കാണുന്നത് നമ്മൾ ഇവിടുന്ന് പുല്ലെടുത്ത് കുണ്ടാന്നാണ് ഞങ്ങൾ പറയാം കേട്ടോ. കുണ്ടയായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഓരോ കണ്ടെത്തിന്നും. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമൊക്കെ കഴിയുമ്പോൾ ഒരുപാട് എന്താ പറയുക പുല്ല് വരുമല്ലോ. ആ പുല്ലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ പോകാനുണ്ട്. എത്ര സ്ഥലമുണ്ടെന്ന് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു. അത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. കുറച്ച് അധികം സ്ഥലമുണ്ട്. അതങ്ങനെ പറഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു ത്രില്ല് കളയണ്ട, അത് കാരണം. ഓക്കെ, ഇവിടെ കണ്ടോ കൊറ്റികളൊക്കെ, കൊക്ക് എന്ന് ഞങ്ങൾ പറയും. ഞാനിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇത് കണ്ടോ, ഈ കാണുന്ന മാളങ്ങളിൽ ഞണ്ടുകളുണ്ടാവും. അവയ്ക്ക് താമസിക്കാനായിട്ട് തുരന്നിരിക്കുന്ന മാളങ്ങളാണ് ഈ കാണുന്നത്. പണ്ട് കാലത്ത് ഞണ്ടുകളെ പിടിക്കുന്നത് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്നു. അതിരാവിലെ തന്നെ ചിലർ മീൻ പിടിക്കാനായി പാടശേഖരങ്ങളിലെ ചാലുകളിലേക്ക് വന്നിട്ടുണ്ട്. ഫിഷിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടപ്പെട്ട സീസണാണ് ഇത്. നോക്കെത്താ ദൂരത്തോളം പാടശേഖരം. എത്ര മനോഹരമായ കാഴ്ചയാണിത്. പാടത്തെ കണ്ടത്തിലൂടെ നടക്കുമ്പോൾ ചേറിലും ചെളിയിലും പുതഞ്ഞു കിടക്കുകയാണ് ചില കുളവാഴകൾ. അതിനെ എടുത്തു മാറ്റേണ്ടതുണ്ട്. ഈ കാണുന്ന പൈപ്പിട്ട ഭാഗത്തുകൂടെയാണ് മെയിൻ ചാലിൽ നിന്നുള്ള വെള്ളം എൻ്റെ കണ്ടത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ശരിയായി കാണാവുന്നതാണ്. ഇതാണ് മെയിൻ ചാൽ. ഇവിടെയാണ് വെള്ളം. ഈ വെള്ളം ഇതിലൂടെ വന്ന് കണ്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ നമ്മൾ കുളവാഴ ഇവിടെ കൊണ്ട് ഇവിടെ ഡംപ് ചെയ്യാണ്. ബണ്ടുമ്മ 1 or 2 കുളവാഴകൾ നമ്മുടെ കണ്ണിൽ പെടാതെ പോയതാണ്. ഇത് നിലം ഒരുക്കലിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇവിടെയും മീൻപിടുത്തം തകൃതിയായി നടക്കുകയാണ്. ഇവർക്കെല്ലാം ഒരുപാട് മീനെ കിട്ടുന്നുമുണ്ട്. ഇനിയൊരു
സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ. പിങ്ക് അമ്പൽച്ചെടി എന്ന് പറയുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാനത് കാണിച്ചു തരാം. ഇവിടെ കുറേ ഉണ്ട് വെള്ളത്തിൽ. അതിരാവിലെ പാടത്തേക്ക് പോകുമ്പോൾ കൺനിറയെ കൺകുളിർക്കെ കാണുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് പിങ്ക് ആമ്പൽപ്പൂക്കൾ വിടർന്നു നിൽക്കുന്ന ചാലുകൾ. സൂര്യൻ്റെ പ്രഭാതകിരണങ്ങൾ ഈ ആമ്പൽപ്പൂക്കളിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേക അഴകാണ്. ഇപ്പോൾ ഒരു പിങ്ക് ആമ്പൽപ്പൂവിനെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. എന്താ വിടർന്ന് നിൽക്കുകയാണ് ഈ പിങ്ക് ആമ്പൽപ്പൂ. ഇപ്പോൾ രാവിലെ ആയതിനാൽ പാടത്ത് ആളുകൾ കുറവാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരുപാട് പണിക്കാരും ആളുകളും ഒക്കെ ഈ പാടശേഖരങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ കാണുന്ന മനോഹരമായ പാടശേഖരങ്ങളും ഭംഗിയുള്ള സ്ഥലങ്ങളും എവിടെയാണെന്ന് അറിയാവുന്നതാണ് നിങ്ങൾക്ക്. എങ്കിലും ഒരിക്കൽ കൂടെ പറയാം, കോടന്നൂരാണ് ഈ സ്ഥലം. തൃശ്ശൂർ ജില്ലയിലെ പാർളം പഞ്ചായത്തിലാണ് കോടന്നൂർ. ഈ പാടശേഖരത്ത് മുൻപ് ഇരുപ്പൂ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരുപ്പൂ കൃഷി മാത്രമാണ് ചെയ്യുന്നത്. കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കോടന്നൂർ. അതുകൊണ്ട് തന്നെ ഗ്രാമീണ തനിമ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒരിടം കൂടിയാണ് കോടന്നൂർ. ഇവിടെയും മീൻ പിടിക്കുന്നവരുണ്ട്. പാടത്തേക്ക് വിവിധ പണികൾക്കായി ജോലിക്കാർ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. സോ ഇന്നത്തെ അടിപൊളി കൃഷി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ബൈ ഗൈസ്.